ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മളെ സ്ഥിരം സ്പോട്ട് സ്കൈലൈനിലാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. മെയിനായിട്ട് ഗൈസ് നമ്മൾ സ്കൈലൈൻ എന്ന് പറയുന്നത് വെച്ചാൽ ഇവിടെ വില്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ട് പേഡ് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വിളപ്പശാല പോകുന്ന വഴിയാണ്. അവിടെ നിന്ന് മിണ്ണംകോടുന്ന ഒരു സ്ഥലം വരും, കാട്ടുവള. അവിടെ നിന്ന് റൈറ്റ് കയറി പോകുന്ന വഴിയാണ് ഗൈസ് സ്കൈലൈൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു ടോപ്പ് വ്യൂ ഒക്കെ കിടിലാണ് ഗൈസ്. ഹിഡൻ സ്പോട്ടാണ്, നല്ലൊരു കട്ട ഹിഡൻ സ്പോട്ടാണ്, അടിപൊളിയാണ്. നിങ്ങൾ വിഷ്വൽ കാണുന്ന നല്ല ആംബിയൻസ് പൊളിയാണ് ഗൈസ്. ഇപ്പോൾ ഇത്രയും മഴ പെയ്യുന്നുണ്ട്, ഇത്രയും മിക്കപ്പോഴും മഴ പെയ്യുന്നൊരു മഴ നല്ലവണ്ണം കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഹൈ റേഞ്ച് മേഖലയൊക്കെ വരുമ്പോൾ. അങ്ങനെയാണ് ഗൈസ്. നല്ലൊരു വ്യൂ ആണ്, നല്ലൊരു വിഷ്വലൊക്കെ കാണുമ്പോൾ തന്നെ അടിപൊളിയാണ്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വേറൊരു ചില്ല് വൈബാണ് ഗൈസ്. നല്ല ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ കാറിലാണെങ്കിൽ വന്നത്. നല്ല സമയം പോകാനൊക്കെ അടിപൊളിയാണ്. വൈകുന്നേരം ചില്ല് ചെയ്യാൻ സമയമൊക്കെ എന്തൊക്കെ നമ്മളിവിടെയൊക്കെ വരും. അമ്മയ്ക്കിരിക്കും, രസമാണ്. അങ്ങോട്ട് കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ് ഇവിടെയൊക്കെ. കാട് പിടിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ. ഇവിടെ താഴെ നല്ല ഇതാണ് ഗെയ്സ്, ഭയങ്കരമാണ്. നിങ്ങൾ വിഷ്വല് കാണുന്നതല്ല, അങ്ങപ്പുറം മലയാണ്. കറക്റ്റ് അവിടെ ഒരു മലയാണ് വരുന്നത്. ഗെയ്സ് ആസ്താംപാറ പോലത്തെ അവിടെ ഒരു സംഭവം ഉണ്ട്, കണ്ടോ? അതാണ് ഗെയ്സ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതൊക്കെ എനിക്ക് കാണാമെന്ന് അറിയത്തില്ല നിങ്ങൾക്ക് ഇവിടെ നിന്ന് കറക്റ്റ്. ആരും ശാസ്താംപാറ ഇവിടെ നിന്ന് 2 കിലോമീറ്ററാണ്. നമ്മളിപ്പോൾ ഈ പേഡ് ജംഗ്ഷനിൽ നിന്നുള്ള ഇതാണ് പറയുന്നത്, അല്ല വിളപ്പിശാല. ഇവിടെ പക്കയാണ് കേസ്. അങ്ങോട്ട് വരുമ്പോഴായാലും ഒരു വൈബാണ്. നമുക്ക് അതുവഴിയും കയറാൻ പറ്റും. അതൊരു നമ്മൾ അവിടെ നിന്ന് കയറി വരുമ്പോൾ ഉള്ള ഒരു വഴിയാണ്. എനിവേ സച്ച് എ ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആണ്, എന്നെ പറയാൻ പറ്റത്തുള്ളൂ. അടിപൊളി ആംബിയൻസ് ആണ്, വേറെ ഒരു രക്ഷയില്ല ഇവിടെ. പിന്നെ നമുക്ക് ഈ കുറച്ചുകൂടി തണുപ്പൊക്കെ ഉള്ള സമയമൊക്കെ ആണെങ്കിൽ പൊളിയായിരിക്കും. അതുപോലത്തെ ലൈവാണ്. പൊന്മുടി പോലത്തെ അത്ര ഫീലൊന്നും കിട്ടില്ല നിങ്ങൾക്ക്, എന്നാലും വരുമ്പോൾ ഒരു പൊളിയാണ്. അത് അങ്ങനത്തെ ഏരിയയാണ് കേസ്. പിന്നെ ചില സമയമൊക്കെ പോലീസ് ഒക്കെ വരും. കാര്യം വേറെ പരിപാടിയൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ വയ്യന്മാരൊക്കെ വരുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കുറേ പേരൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ, ആളുകൂടി നിൽക്കുന്നുണ്ടെങ്കിൽ ചെറിയ പ്രശ്നമാണ്. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ ഹൈജീൻ ആവുന്നുണ്ട് ഇവിടെ. എപ്പോഴും പ്ലാസ്റ്റിക്കൊക്കെ എറിയുന്നവരൊക്കെ ഉണ്ട് കൂടുതൽ. പിന്നെ അങ്ങനെ പ്ലോട്ട് തിരിച്ചൊക്കെ സൈഡൊക്കെ നോക്കാം, അതിൻ്റെ ബോർഡാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. സംഭവം ഒന്നും അറിയത്തില്ല കേസ്. കറക്റ്റ് ഊട്ടിയൊക്കെ കിട്ടിക്കുക. CCTV സർവൈലൻസ് ഉണ്ട് ഇവിടെ, ക്യാമറ നിരീക്ഷണത്തിലാണ്. പിന്നെ ഇത് അങ്ങനത്തെ ഒരു സ്പോട്ടാണ്. ഇവിടെ കാടൊക്കെ പിടിച്ച് കിടക്കുന്ന ഒരു മുഴുവൻ ഏരിയയും മൊത്തം കാട് പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ. പിന്നെ കണ്ടാൽ അറിയാം, ഇവിടെ പ്ലാസ്റ്റിക് എല്ലാം വാരി വെതറിട്ടിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത പരിപാടിയാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ അലങ്കോലാക്കണ കണക്കിനാണ്. കുപ്പി വരെ അടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് കേസ്. ഇവിടെ എല്ലാം ഒരു വൃത്തിയായി കിടന്ന സ്ഥലമാണ് കേസ്. പക്ഷേ ഇവിടെ അങ്ങനെ ആക്കിയതാണ് മെയിനായിട്ട്. ഇങ്ങനെ കൊണ്ട് വാരിയിട്ട് ഈ പ്ലാസ്റ്റിക്കൊക്കെ ഇങ്ങനെ കൊണ്ടിടുന്ന തന്നെ വൻ ഡേഞ്ചർ പരിപാടിയാണ്. അസുഖങ്ങൾ കുറേ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൊരു തന്നെയാണ്. നമുക്ക് ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. സൂക്ഷിച്ച് നടക്കണം ഇവിടെയൊക്കെ. കുപ്പിച്ചെല്ലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം അടിച്ച് പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ അപ്പുറത്തെ സൈഡാണ് കേസ്. നമ്മളിപ്പോൾ കണ്ടതിൻ്റെ ഓപ്പോസിറ്റുള്ള വിഷ്വലാണ്. നമുക്ക് നല്ലൊരു അടിപൊളി ആംബിയൻസ് ആണ് കേസ്. കണ്ടില്ലേ? നിങ്ങൾ ഈ വിഷ്വൽ കാണുന്നതെല്ലാം ഞാൻ ഐഫോണിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മിക്ക ഷോർട്സും ഞാൻ ഐഫോണിൽ നിന്നാണ് ഇപ്പോൾ എടുക്കുന്നത്. സോ അത് എങ്ങനെയുണ്ടെന്ന് താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. ഷോർട്സ് ആപ്പിൾ തന്നെ എടുക്കുന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഈ വിഷ്വലിൽ ലഭിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേസ്. ഞാൻ ഈ വിഷ്വലും ഈ ഫോട്ടോഗ്രാഫി എല്ലാം ഒരുവിധ ഹരമുള്ള ഒരു സംഭവത്തിലുള്ള ആളാണ് മെയിനായിട്ട്. എനിക്കിങ്ങനെ ട്രാവൽ പോകാനും ട്രിപ്പ് പോകാനൊക്കെ വൈകുന്നേര സമയമൊക്കെ നല്ല ചില്ലാവാൻ പറ്റിയൊരു സ്ഥലമാണ് കേസ്. ചുമ്മാ ഒരു വ്ളോഗാണ്, വേറെ പ്രത്യേകിച്ചായിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാനില്ല. എനിക്കറിയാമെന്നുള്ളത് വെച്ചിട്ട് ഞാൻ പറയണതാണ്. ഞാൻ പറയണ ആ രീതി വെച്ചിട്ട് നിങ്ങൾക്ക് ചില കണ്ടൻറ് ക്രിയേറ്റർമാർ അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യണവരൊക്കെ പറയണമല്ലോ എന്നല്ല. അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആളാണ്. എന്നാലും നമ്മൾ ആ ഒരു വീഡിയോ എടുക്കണോണ്ട് പറഞ്ഞു പോകണമാണ് കേസ്. കൂടുതൽ വിഷ്വലാണ് കാണുന്നത്. ഇതിൽ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ.
വീഡിയോ ഇടുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഈ ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ സ്പോട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവറും അതുപോലെ പല കൂടുതൽ പ്ലാസ്റ്റിക്കിൻ്റെതാണ് വരുന്നത്. അതെല്ലാം ഇവിടെ കണ്ടമാനം ഡംപ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു ശുചീകരണം വേണം. കേസ് പേടിക്കണ്ട, ഇത് മൊബൈൽ ടവറാണ്. അതിൻ്റെ ഒരു വിഷ്വൽ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. ഇവിടുത്തെ ഒരു മൊബൈൽ ടവർ തന്നെയാണത്. പൊതുവെ ഇവിടെ മഴ കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ്. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്, ചെറുതായിട്ട് പെയ്യുന്നുണ്ട് മഴ. ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വിഷ്വലിൽ കാണിക്കുന്നത്. അത് അങ്ങനത്തെ ഒരു ഏരിയയാണ്. കാര്യം പൊതുവെ ഈ മലയോര മേഖലകളിലെല്ലാം മഴകൾ പെയ്യുന്നുണ്ട്. അതുപോലത്തെ ഒരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ എവിടെ മഴ പെയ്തില്ലെങ്കിൽ ഇവിടെ മഴ പെയ്തിരിക്കും. നമുക്കതാണ് ഒരു ഇത്. നിങ്ങൾ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തത്. ബാക്കി നമ്മൾ നിങ്ങളായെല്ലാം സെറ്റായി തരും. വീഡിയോ കണ്ടൻറ്റൊക്കെ ആയിട്ട് ഞാൻ വരും. വ്ളോഗൊക്കെ എടുക്കാൻ ഭയങ്കര ആഗ്രഹമാണ് ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഓക്കെ.